അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് ശർക്കര കാപ്പി ഉണ്ടാക്കി കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക അങ്ങ് അരിഞ്ഞെടുക്കുമായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇന്നലത്തെ മീൻകറിയും മോരുകറിയും മീൻ വറുത്തതും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി മാത്രം വെച്ചാൽ മതി കേട്ടോ. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂക്കാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നു. വെണ്ടയ്ക്ക എല്ലാം അവിടെ നിന്ന് വേകട്ടെ. അന്നേരത്തേക്ക് ഇന്നലത്തെ മീൻകറി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വെച്ച മീൻകറി ഇന്ന് കഴിക്കുന്നതാണല്ലോ ഒരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദോശയ്ക്ക് കറിയായിട്ട് ഞാൻ തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കാൻ വിട്ട് തക്കാളി ഉള്ളി എല്ലാം കൂടെ ഒന്ന് വാടാൻ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തക്കാളി ഉള്ളി എല്ലാം അവിടെ ഇരുന്ന് വേട്ടെ. ആ സമയത്തേക്ക് ഞാൻ ചോറിനുള്ള അരിയും കൂടെ പെട്ടെന്ന് തന്നെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വേകുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ദോശയും കൂടെ അങ്ങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറും കൂടെ ഒന്ന് അടച്ചിടുമായിരുന്നു. ബാക്കിക്കാണെങ്കിൽ ദോശയുടെ കൂടെ ചമ്മന്തി വേണ്ട, മറ്റേ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് ചിക്കി പൊരിച്ച് അങ്ങനെ എടുക്കുമായിരുന്നു. അന്നേരത്തേക്ക് പിന്നെ പാക്കിക്ക് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ പയ്യെ സ്കൂളിലോട്ട് അങ്ങ് പോകുമായിരുന്നു. അന്നേരത്തേക്ക് ബാക്കിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ബസ്സിൽ വരുന്ന പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ ലൈനായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കി സ്കൂളിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ദേവിയോടാണ് എന്തൊക്കെയോ കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.